ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു മട്ടർ കറിയാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗ്രീൻ പീസ് പൊട്ടനുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഗ്യാസിൽ കടായി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അതിലോട്ട് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴട്ടുക. ഉള്ളി വഴണ്ട് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഒന്ന് വഴട്ടുക. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് നടുക്കൂടെ കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു 1.5 ടൊമാറ്റോ വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ടൊമാറ്റോ നല്ലോണം വഴട്ടുക. ആലു മട്ടക്കറി ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ടൊമാറ്റോ നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഈ മസാല ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. നല്ലോണം ചൂടാക്കുക. ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പം മട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ബോയിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് ഗ്രീൻ പീസ് അല്ലെങ്കിൽ മട്ടർ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഒരു 15 മിനിറ്റ് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. നമുക്കാണ് ഇവിടെ നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ആലു മട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.